പെൻഗിൻ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ ഈ മുകളിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പോയിട്ട് കാണാവുന്നതാണ്. രണ്ടാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർക്കം അസൈലത്തിൽ വെച്ചിട്ടാണ്. സോഫിയ ഫാൽക്കണാണ് ആ ഒരു ഹോൾവേയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭീതിപ്പെടുത്തുന്ന ഒരു ഹോൾവേ തന്നെയായിരുന്നു അത്. അതായത് ഒരു ജയിൽ തന്നെ. ഈ ജയിലിലുള്ള ബാക്കിയുള്ളവരുടെ അലർച്ച മുഴുവനായിട്ടും അവിടെ കേൾക്കുന്നുണ്ട്. അത് ശരിക്കും പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. സോഫിയയെ കാണാൻ ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വിസിറ്റേഴ്സ് വിങ്ങിലേക്കായിരുന്നു സോഫിയ പോയിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് സോഫിയയുടെ ബ്രദർ ആയിട്ടുള്ള ആൽബർട്ടോ ആയിരുന്നു. ആൽബർട്ടോ സോഫിയയോടായിട്ട് പറയുന്നുണ്ട്, സോഫിയക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഈ ആർക്കം അസൈലത്തിൽ വെച്ചിട്ട് നിന്നെ ഞാൻ പുറത്തിറക്കി തരും പെങ്ങളെ എന്നുള്ളത്. അങ്ങനെ ഇവരുടെ സംസാരം നടക്കുന്ന സമയത്താണ് സോഫിയ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൽബർട്ടോയുടെ ഒരു വിരൽ കാണാതായിട്ടുണ്ട്. നിന്റെ വിരലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ തന്നെ ഒരു ഗൺ ഷോട്ട് ആയിരുന്നു ആൽബർട്ടോയുടെ തലക്കിട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ആൽബർട്ടോ അവിടെ മരണപ്പെടുന്നു. അലാറം അടിക്കുന്നു. വീണ്ടും സോഫിയയുടെ കയ്യിലേക്ക് വിലങ്ങുകൾ വരുന്നു. ചുറ്റും ശബ്ദമുണ്ടാക്കുന്ന ജയിലിലുള്ളവർ. പെട്ടെന്ന് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ സൈലന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും റിയൽ അല്ല, താൻ തന്റെ അബോധാവസ്ഥയിൽ കണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് സോഫിയ അപ്പോഴായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സോഫിയ ഇപ്പോൾ ഒരു ഹിപ്നോട്ടിക് തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂലിയൻ റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു സോഫിയയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സെഷന്റെ ഏറ്റവും അവസാനം സോഫിയ പേടിച്ച് വിരണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജൂലിയൻ റഷ് സോഫിയയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ സോഫിയയ്ക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ളവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സോഫിയ നിന്നിട്ടുണ്ടായിരുന്നത്. ആരെയും തനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഡോക്ടറെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു സോഫിയ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മളെ പെൻഗ്വിനെ കാണിക്കുന്നുണ്ട്. പെൻഗ്വിൻ സാൽവട്ടർ മറോണിയെ കാണാൻ വേണ്ടി വീണ്ടും പോകുന്നുണ്ട്. അവിടെ പോയതിനു ശേഷം ഫാൽക്കൺസ് ഇപ്പോൾ ഭയങ്കര വീക്കായിട്ട് നിൽക്കുകയാണ്. അവർ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് അടിച്ചു നിൽക്കാം എന്നുള്ളതായിരുന്നു പെൻഗ്വിൻ പറഞ്ഞത്. മറോണിയുടെ വൈഫ് പെൻഗ്വിനെ വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് പെൻഗ്വിൻ പറയുന്ന കാര്യങ്ങൾ നോക്കാം, പെൻഗ്വിൻ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കാം എന്നുള്ളതെല്ലാം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഫാൽക്കൺസ് കടത്തുന്നുണ്ട്. ഈ കടത്തുന്നതിൽ നിന്നും ഇവർക്ക് കട്ടെടുക്കാം എന്നുള്ളതായിരുന്നു പെൻഗ്വിനും സാൽവട്ടോറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാൽവട്ടോർ ഒരു വ്യക്തിയെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പെൻഗ്വിൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് തനിക്ക് ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ ഡോൺ ആയിട്ട് മാറാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കള്ളക്കടത്തിൽ തനിക്ക് ജീവനോടെ ഇരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു പെൻഗ്വിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ പെൻഗ്വിൻ പ്ലാൻ ചെയ്തതുപോലെ ആയിരുന്നില്ല ആ ഒരു ഹേസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര വയലന്റ് ആയിട്ട് വെടിയൊച്ചകളും വെടിയുണ്ടകളും മാത്രമായിരുന്നു ആ ഒരു ഹേസ്റ്റിലും നടന്നിട്ടുണ്ടായിരുന്നത്. കള്ളന്മാരും ഫാൽക്കൺസിന്റെ ടീമുമായിട്ടായിരുന്നു ആ ഒരു വെടിയുതിർക്കൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഫാൽക്കൺസിന്റെ ടീമിനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് പെൻഗ്വിൻ അവരെ എല്ലാവരെയും കോമഡി പറഞ്ഞ് തിരിപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. ആ ഒരു കള്ളക്കടത്തിൽ രണ്ടുപേരുടെയും കൂടെ, അതായത് ഫാൽക്കൺസിന്റെ കൂടെയും സാൽവട്ടോറിന്റെ കൂടെയും നിൽക്കുന്ന രീതിയിലായിരുന്നു പെൻഗ്വിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കള്ളക്കടത്തിന്റെ ഏറ്റവും അവസാനം പെൻഗ്വിൻ മരണപ്പെടാതെ രക്ഷപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധി തന്നെയായിരുന്നു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫാൽക്കൺസിന്റെ വീട്ടിലേക്ക് എത്തുകയുണ്ടായി. ഫാൽക്കൺസിന്റെ വീട്ടിലേക്ക് എത്തി അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് സോഫിയ വന്നു. സോഫിയ വന്നുകൊണ്ട് നഷ്ടപ്പെട്ട സാധനത്തിനെ കുറിച്ചല്ല, അവർ എങ്ങനെയൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അവർ എങ്ങനെയൊക്കെയാണ് നമ്മളെ വേട്ടയാടുന്നത്, ഈ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എന്നെല്ലാം തന്നെയായിരുന്നു അവിടെ നിന്നും പറഞ്ഞത്. തൻ്റെ ബ്രദറെ കൊന്നതിനുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് താൻ കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ സോഫിയ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ തന്നെ ഏതോ ഒരു ചതിയനുണ്ട് എന്നുള്ളതും സോഫിയ മനസ്സിലാക്കുന്നുണ്ട്. സോഫിയ അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മുടെ കൂടെ ഒരു കള്ളനുണ്ട്, ഒരു ചതിയനുണ്ട്, അവനെ നമുക്ക് കണ്ടെത്തണമെന്ന്. അങ്ങനെ ഇവരുടെ സംസാരം കഴിഞ്ഞ് സോഫിയ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് പെൻഗ്വിൻ സോഫിയയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, സോഫിയ ആയിരുന്നു ലീഡർ ആകേണ്ടിയിരുന്നത്, അല്ലാതെ ഇപ്പോഴുള്ളവന്മാരല്ല. അതുപോലെ കൂട്ടത്തിൽ ചതിയന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എന്തായാലും സൂക്ഷിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതും കൂടി പെൻഗ്വിൻ സോഫിയയോട് പറഞ്ഞു. സോഫിയയുടെ വില ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷിപ്മെന്റ് സോഫിയ നടത്തി നോക്കൂ, എന്നാൽ സോഫിയക്ക് ഏറ്റവും വലിയ ഡോണായിട്ട്, സോഫിയക്ക് ഫാൽക്കൺ ഫാമിലിയിലെ ഏറ്റവും വലിയ മെമ്പറായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്ന ഒരാളായിട്ട് മാറാമെന്നുള്ളത് പെൻഗ്വിൻ പറയുകയുണ്ടായി. പെൻഗ്വിൻ കുരുട്ടുബുദ്ധിക്കാരനാണ് എന്നുള്ളത് നന്നായി അറിയുന്ന സോഫിയ പെൻഗ്വിനെ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ പെൻഗ്വിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിന് പകരമായിട്ട് തൻ്റെ സൈഡിൽ നിന്നോ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഭാവിയിൽ തനിക്ക് പെൻഗ്വിൻ യൂസ് ചെയ്തേക്കാം എന്നുള്ളതും കൂടി ആലോചിച്ചിട്ട് തന്നെയായിരുന്നു സോഫിയ അങ്ങനെ ഒരു നീക്കം നടത്തിയത്. അങ്ങനെ നമ്മുടെ പെൻഗ്വിൻ വിക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വിക്ടറിനോട് പറയുന്നുണ്ട്, ഫേക്ക് ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് വെക്കണം, എന്നിട്ട് വേറെ ആരെങ്കിലുമാണ് ആ ചതിയൻ എന്നുള്ളത് വരുത്തി തീർക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് പെൻഗ്വിൻ പറഞ്ഞു. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സോഫിയ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് സോഫിയ ഒരു ഡിറ്റക്റ്റീവിനെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. സത്യം പുറത്തു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വലിയ പണം തന്നെയായിരുന്നു ആ ഡിറ്റക്റ്റീവിന് സോഫിയ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആൽബർട്ടോയുടെ അടക്കത്തിന് സമയമായി. അന്നത്തെ ദിവസം സോഫിയയുടെ അടുത്തേക്ക് സാൽവട്ടോർ നമ്മുടെ പെൻഗ്വിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന
ആ ഒരു വ്യക്തിയെ കൊണ്ടുവരികയുണ്ടായി. ആ ഒരു വ്യക്തിയെ ഫാൽക്കൺ ടീം പിടിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ ഒരു വ്യക്തിയെ സോഫിയ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് മുൻപേ തന്നെ പെൻഗിൻ്റെ കയ്യിൽ ആ ഒരു വ്യക്തിയെ കിട്ടുകയുണ്ടായി. പെൻഗിൻ ആരും കാണാതെ അവിടേക്ക് മറിഞ്ഞു വന്ന് ആ വ്യക്തിയെ അവിടെ നിന്നും കൊല്ലുകയുണ്ടായി. എന്നിട്ട് കൊന്ന ആ ഒരു കത്തി കാസ്റ്റിലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പെൻഗിന് തീരെ ഇഷ്ടമല്ലാത്ത ഫാൽക്കൺ ഫാമിലിയിൽ ഫാൽക്കൺ ടീമിലുള്ള ആ ഒരു വ്യക്തിയുടെ കോട്ടിനകത്തേക്ക് സ്യൂട്ടിനകത്തേക്ക് കൊണ്ടിടുന്നു. അതോടുകൂടി സോഫിയയും അങ്കിൾ ലൂക്കയും വിചാരിക്കുന്നത് ഇവരുടെ കൂടെയുള്ള ചതിയൻ കാസ്റ്റിലോ ആണ് എന്ന് തന്നെയാണ്. ഇവരുടെ ഫാമിലി മുഴുവൻ ലൂക്കയുടെ ഓർഡറുകളാണ് കേൾക്കുന്നത്. ലൂക്കയാണ് ഇപ്പോൾ ഇവരുടെ ലീഡറായിട്ട് നിൽക്കുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് സോഫിയക്ക് വരണമെന്നുള്ളത് സോഫിയയുടെ മനസ്സിലും തോന്നി തുടങ്ങുകയുണ്ടായി. പക്ഷേ ലൂക്ക സോഫിയയോടായിട്ട് പറയുകയുണ്ടായി, നീ ഇവിടെ നിൽക്കണ്ട, നീ ഇറ്റലിയിലേക്ക് പോയിക്കോ, അതാണ് നിന്റെ സുരക്ഷയ്ക്ക് നല്ലത് എന്ന്. സോഫിയക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സോഫിയക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരവും അവിടെ ഇല്ലായിരുന്നു. പോയേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം സോഫിയ പെൻഗിനെ കാണുന്നുണ്ട്. ഒരു സെമിത്തേരിയിൽ വെച്ചിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സോഫിയക്ക് ദേഷ്യം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഫാൽക്കൺ ഫാമിലിയിലെ ഏറ്റവും വലിയ മെമ്പറായിട്ട് ഡോണായിട്ട് ലീഡറായിട്ട് തനിക്ക് മാറണമെന്നുള്ള ആഗ്രഹം കൂടി സോഫിയ പെൻഗിനോട് പറയുകയുണ്ടായി. എന്നിട്ട് പെൻഗിന് ഒരു ഡീൽ കൂടി കൊടുത്തു. തനിക്ക് ഫാൽക്കൺ ഫാമിലിയിലെ വലിയ ആളായിട്ട് ലീഡറായിട്ട് മാറാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിൽ ഒരു പൊസിഷൻ നിനക്ക് തരും പെൻഗിനെ എന്ന് തന്നെയായിരുന്നു സോഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെൻഗിൻ കാത്തിരുന്ന നിമിഷം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അത് എഗ്രി ചെയ്യുകയുണ്ടായി. ഇനി എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത്? സോഫിയയും പെൻഗിനും ഒരുമിച്ച് ടീമായിട്ട് ഇനി ആർക്കൊക്കെ എതിരെയായിരിക്കും മത്സരിക്കാൻ വേണ്ടി പോകുന്നത്? സോഫിയ ആയിരിക്കുമോ പെൻഗിൻ ആയിരിക്കുമോ ആദ്യം ഇവരെ ചതിക്കാൻ വേണ്ടി പോകുന്നത്? നമുക്ക് നോക്കാം. അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. അതുവരേക്കും ബൈ ഗൈസ്.